ഇന്ന് നമുക്ക് നല്ല നാടൻ രുചിയിൽ ശർക്കര വരട്ടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളൊരു റെസിപ്പിയാണ്. ശരിക്കും കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ നമുക്ക് വീട്ടിൽ അതിനേക്കാൾ രുചിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കായാണ്. കായ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല മൂത്ത കായ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഞാനിപ്പോൾ ഒരു 3 മാത്രം വെച്ചിട്ട് വളരെ കുറഞ്ഞ അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ നടുകെ ഒന്ന് കീറിയതിന് ശേഷം തൊലി ഇതുപോലെ നമ്മൾ കത്തി വെച്ച് അകത്തിയിട്ട് ഒന്ന് കളഞ്ഞെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഇത് വെള്ളത്തിനകത്തോട്ടേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. കായാണ്, അപ്പോൾ അതിനകത്ത് കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലതുപോലെ നമ്മൾ കഴുകിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോന്നും നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞെടുത്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് വെള്ളത്തിനകത്തോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഈ 3 ഞാനൊന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. ഒരു 2-3 തവണ വെള്ളം മാറ്റിയിട്ട് 2-3 തവണയെങ്കിലും ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് മുറിച്ചെടുക്കാം. അപ്പോൾ കായയുടെ നെടുകെ ഇതുപോലെ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം ഇനി കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ സാധാരണ ചിപ്സിനൊക്കെ മുറിച്ചെടുക്കുന്ന സമയത്ത് വളരെ നൈസായിട്ട് ചെത്തിയെടുക്കുകയാണല്ലേ ചെയ്യുന്നത്. ശർക്കര വരട്ടിക്കാകുമ്പോൾ അത്യാവശ്യം കനത്തിൽ കുറച്ച് വണ്ണത്തിൽ വേണം, നമ്മൾ കണ്ടില്ലേ, അത്യാവശ്യം ഈ ഒരു പാകത്തിലെങ്കിലും മുറിച്ചെടുക്കണം. ഒരിക്കലും കനം കുറഞ്ഞിട്ട് മുറിച്ചെടുക്കരുത്. ഈ ഒരു പാകത്തിനൊന്ന് കട്ടിലേക്ക് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതുപോലെ മുഴുവനൊന്ന് മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ വെള്ളത്തിനകത്തോട്ടേക്ക് തന്നെ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തൽക്കാലം ഇത് വെള്ളത്തിനകത്ത് തന്നെ ഇട്ടിട്ട് നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു സമയം കൊണ്ട് എണ്ണ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നാടൻ ഉപ്പേരികളൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ തനതായിട്ടുള്ള രുചിയും കാര്യങ്ങളൊക്കെ കിട്ടുക. ഈ എണ്ണ നമുക്ക് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാൻ ഈ കായയുടെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ട് ജസ്റ്റ് ടിഷ്യൂ വെച്ചിട്ടൊന്ന് ഒപ്പിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി അങ്ങ് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നാലും തുണിയോ ടിഷ്യോ വെച്ചിട്ട് ഒന്ന് ഒപ്പിയെടുക്കുകയാണെങ്കിൽ ആ വെള്ളത്തോട് കൂടി എണ്ണയിൽ ഇടുന്നത് നമുക്കൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എണ്ണയും നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ആദ്യത്തെ തവണ നമ്മൾ ഈ ശർക്കര മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ എത്ര എണ്ണാണ് മുറിച്ചിട്ടുള്ളത് ആ 3 പച്ചക്കായും ഇതുപോലെ തന്നെ ഒരുമിച്ച് തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. ചിപ്സിനൊക്കെ നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ പാത്രത്തിനകത്ത് കുറച്ച് നിരത്തി ഇട്ടിട്ടാണ് ചെയ്തെടുക്കുക. പക്ഷേ നമ്മൾ ശർക്കര വരട്ടി ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഒരേ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചേർത്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നല്ല തീയിലിട്ടിട്ട് വേണം നമ്മളൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തെ 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ കുറച്ച് വെക്കണം. തീ നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം. എന്നിട്ട് സമയം എടുത്തിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വറുത്ത് പാകമായതുപോലെ നമുക്ക് കാണുമ്പോൾ തോന്നും. നമ്മൾ തവിയൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മൊരിഞ്ഞതുപോലെ തന്നെ തോന്നും. പക്ഷേ നമ്മൾ എണ്ണയിൽ നിന്നൊക്കെ എടുത്ത് കോരി പാത്രത്തിനകത്തോട്ടൊക്കെ ചേർത്ത് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതൊട്ടും ഇങ്ങനെ ഭയങ്കര സോഫ്റ്റായ ആ ഒരു ടെക്സ്ചറിലോട്ടേക്ക് വരും. നമുക്ക് വേണ്ടത് നല്ല ഹാർഡായിട്ട് നമ്മൾ ശരിക്കും കഴിക്കുന്ന ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടണമല്ലോ. അതുകൊണ്ട് തന്നെ സമയമെടുത്ത് ആദ്യത്തെ 2 മിനിറ്റ് നല്ലതുപോലെ എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇതിൻ്റെ പാകം നോക്കുന്നതിനായിട്ട് ഇപ്പോൾ ഞാൻ തവി വെച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് കുത്തി നോക്കുക. അതല്ലെങ്കിൽ ജസ്റ്റ് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാലും മതി കേട്ടോ. ജസ്റ്റ് തവി വെച്ചിട്ട് കുത്തി നോക്കിയാൽ തന്നെ നമുക്ക് നല്ലൊരു ഹാർഡായതുപോലെ തോന്നും. ആദ്യം ജസ്റ്റ് പുറം ഭാഗം മാത്രം നല്ലതുപോലെ മൊരിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് മൊരിഞ്ഞതുപോലെ തോന്നും. അത് എന്നിട്ട് വീണ്ടും നമ്മൾ സമയം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ അത്യാവശ്യം ഒരു പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ കയ്യിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നല്ല ഹാർഡായിട്ടാണുള്ളത്. ഞാനിപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും തന്നെ ഇത് സോഫ്റ്റ് അല്ല. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരുക. എണ്ണയിൽ നിന്ന് അപ്പോൾ തന്നെ എടുത്ത് കോരി ഒന്നുകിൽ നമുക്ക് ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്കോ അതില്ലെങ്കിൽ തുണിക്കകത്തോട്ടേക്കോ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് അപ്പം തന്നെ നമ്മൾ ശർക്കരപ്പാനി ഉണ്ടാക്കി അതിനകത്ത് ചേർത്ത് കൊടുക്കുകയല്ല ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പറിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാറണം. അത്യാവശ്യം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോഴാണ് നല്ല കറക്റ്റ് പാകത്തിനൊക്കെ റെഡിയായി കിട്ടുക. അപ്പോൾ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നന്നായി ചൂടാറി വന്നതിന് ശേഷം നമുക്ക് ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിന് ഞാൻ ഒരു വലിയ അച്ച് ശർക്കരയും ഒരു ചെറിയ പീസ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ശർക്കരയുടെ ഒരു അളവ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 150 ഗ്രാമിനടുത്ത് ശർക്കരയില്ലൂ കേട്ടോ. അത്യാവശ്യം നല്ല മധുരം തന്നെ ഉണ്ടാകും. ഇത് നന്നായിട്ട് നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. നല്ലതുപോലെ തിളച്ച്
തിളച്ച് നല്ല പാകമായിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും മധുരം വേണമെന്നാണെങ്കിൽ 200 ഗ്രാം വരെയൊക്കെ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ചെറിയ 3 പച്ചക്കായാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 150 ഗ്രാമൊക്കെ കറക്റ്റ് മെഷർമെൻ്റ് ആണ്. അപ്പോൾ തിളച്ച് വന്ന ശർക്കര പാനി ഒന്ന് അരിച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിനകത്തോട്ട്, അതേ പാത്രത്തിനകത്തോട്ടേക്ക് തന്നെ തിരിച്ചൊഴിക്കാം. അതായത് കല്ലും തരികളൊക്കെ ഉണ്ടാകും. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശർക്കര പാനി ഒന്നുകൂടി അങ്ങ് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മളിത് കുറച്ച് വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കുറുക്കിയെടുക്കാനും കഴിയും. വെള്ളത്തിൻ്റെ അളവ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കുറേ സമയം അതിന് വേണ്ടിയിട്ട് വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ശർക്കര പാനി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ പാകം കണ്ടോ, നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നൂൽ പരുവം ആകുന്ന പാകത്തിന് റെഡിയാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് കായ വറുത്തത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഫ്ലെയിമിൻ്റെ കണക്കെന്ന് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഫ്ലെയിം കൂട്ടിയിട്ടൊന്നും ചെയ്യരുത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുഴുവൻ ഒരേ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ശർക്കര പാനിയായിട്ട് നന്നായി ചേർന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതിലോട്ട് ഞാൻ ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നതിൻ്റെ അളവ് വരുന്ന ഒരു 1/2 ടീസ്പൂൺ ചുക്കുപൊടി ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടി അതിനേക്കാൾ കുറച്ച് കുറവ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഏലക്കപ്പൊടിയാണ്. അത് വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണൊക്കെ മതി. അതായത് ശർക്കര വരട്ടിയിൽ ചുക്കുപൊടിയുടെ ടേസ്റ്റും ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് കയറി നിൽക്കുമ്പോഴാണ് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രുചി നമുക്ക് കിട്ടുക. അപ്പോൾ അത് ചില ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഏലക്കപ്പൊടി നന്നായിട്ട് ഇതിനേക്കാളും കുറവ് ഒരു നുള്ളൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആ 3 കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യുക. ചുക്കുപൊടിയുടെ അളവ് എപ്പോഴും ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ യോജിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടല്ല ചെയ്യുന്നത്, ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇളക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഇതിൽ അത്യാവശ്യം ശർക്കര പാനി ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്തോറും ഇത് ഒറ്റനൂൽ പാകമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ശർക്കരയുമായിട്ട് നമ്മുടെ ഈ ഒരു കായ വറുത്തതുമായിട്ട് ആ ശർക്കരപ്പാനി നന്നായിട്ട് മിക്സായി കോട്ടായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകത്തിനകത്തോട്ടേക്ക് മാറും. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒന്ന് വലിഞ്ഞ് വരുന്ന പാകം. ഈ ഒരു കറക്റ്റ് മുഴുവനായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 2 ടീസ്പൂൺ അളവിൽ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പത്തിരിപ്പൊടിയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി. വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് വളരെ കുറവ് മാത്രമേ എപ്പോഴും അരിപ്പൊടിയുടെ അളവ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. കൂടുതൽ ഉപയോഗിക്കരുത്. നമ്മൾ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ മൊത്തത്തിൽ അങ്ങ് നഷ്ടപ്പെടും. ശർക്കര വരട്ടിയാകുമ്പോൾ ഒരു നല്ല കളറിൽ കാണുമ്പോഴല്ലേ അവർ കാണാനാണെങ്കിൽ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അളവൊന്ന് ശ്രദ്ധിക്കുക. 1.5 ടീസ്പൂൺ 2 ടീസ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത പാകത്തിൽ നല്ല രീതിയിൽ ഈ അരിപ്പൊടി നമ്മൾ ചേർക്കുന്നത് തന്നെ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നല്ല പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇത് കുറച്ച് സമയം ഒന്ന് ചൂടാറി വന്നിട്ടപ്പോൾ ഉള്ള ഒരു പാകമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമുക്ക് കൈ വെച്ചിട്ട് ശരിക്കും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല നാടൻ രുചിയിലുള്ള ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശരിക്കും നല്ല ടേസ്റ്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ നല്ല രുചിയിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഓണത്തിനും വിഷുവിനൊക്കെ ശരിക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടത്തോടെ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു കാര്യമാണല്ലേ ശർക്കര വരട്ടി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.